ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കടന്നു വന്ന ആളാണ് അനീഷ്. തറയിൽ പേര് പോലെ തന്നെ ആളല്പം തറയാണ്. ലാലേട്ട, അനീഷിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീവിരുദ്ധനാണ് അനീഷ്. നല്ലൊരു സ്ത്രീവിരുദ്ധനാണ്. ഇതൊക്കെ ഇപ്പൊ ഒരു ക്രെഡിറ്റ് ആയിട്ട് മാറി. ഞാൻ സ്ത്രീവിരുദ്ധനാണ് എന്നൊക്കെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അനീഷ് തറയിലിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഉണ്ട രതീഷിന്റെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ പറയുന്ന അനീഷ് തറയിലും പുറത്തെടുക്കുന്നത്. ഉണ്ട രതീഷ് അങ്ങോട്ട് പോയി എല്ലാവരെയും ചൊറിയും, അതുപോലെ തന്നെ അനീഷും അങ്ങോട്ട് പോയിട്ട് ചൊറിയും. തിരിച്ചവർ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുറത്തിറക്കുക. അതാണ് അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോളെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിസ്റ്റാണ്, സ്റ്റാർ മാജിക് താരമാണ്. പക്ഷെ അനുമോളെ അറിയാത്ത ഒരാൾ അതിലുണ്ട്. എന്നറിയില്ല, കാണുന്നില്ല, അടുത്ത് വന്നാലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. വെള്ളത്തിലെടുക്കല്ലേടേ. അല്ല, ആരാത് മനസ്സിലായില്ലല്ലോ. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. എന്റെ പേര് അനുമോൾ. അനുമോൾ എന്നെ അറിയില്ല. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായി. അനുമോൾക്കെതിരെ ചെറിയ രീതിയിലുള്ള ഒരു ചൊറിച്ചൽ. ആര്യൻ കദോരിയ ഒരു ആക്ടറാണ്, കാണാൻ നല്ല ലുക്കാണ്. കഴിഞ്ഞ സീസണിലെ അർജുന്റെ അതേ ഒരു കോപ്പിയാണ്. മിക്കവാറും സ്ത്രീകളുടെ വോട്ട് മൊത്തം ആര്യൻ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം, ആള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുമുണ്ട്. ലാലേട്ട, നെക്സ്റ്റ് കോഡ് നമ്പർ. വെൽക്കം ജിസൈൽ തക്രാർ. ആര്? ബിഗ് ബോസ് ഹിന്ദിയിലെ ഒരു എക്സ് കണ്ടസ്റ്റന്റ്. ഹിന്ദിക്കാരി അല്ലേ? നമ്മളൊരു ഹോട്ടലിൽ പോയാൽ ഇപ്പൊ ഹിന്ദിക്കാരാണ്. മുടിമുറിക്കാൻ പോയാൽ ആടെയും ഹിന്ദിക്കാരാണ്. ഇപ്പോ ഇത് ബിഗ് ബോസിലും ഹിന്ദിക്കാർ കൈയടക്കിയിരിക്കുകയാണ്. എല്ലാ കേരളത്തിൽ നിങ്ങളെ സരടി എന്നാ പറഞ്ഞ? നമസ്കാരം, ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴ അല്ലെ?